ഭൂമിയുടെ സർഫസിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരം നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കും അത്തരത്തിലുള്ള സാറ്റലൈറ്റുകളുണ്ട്. എന്നാൽ 1973 നവംബർ മാസത്തിനും 1986 നവംബർ മാസത്തിനും ഇടയിൽ അന്റാർട്ടിക്കയുടെ മുകളിലൂടെ പലതവണ പറന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ലാൻഡ്സാറ്റ് എന്നറിയപ്പെടുന്ന ഒരു എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ്റെ ചില പരീക്ഷണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഈ 10-13 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ അന്റാർട്ടിക്കയുടെ ഫിഷ്നർ റോണി ഐസ് ഷെൽഫ് എന്ന് പറയുന്ന ഭീമാകാരനായ ഭാഗത്ത് നിന്ന് ഒരു ഐസ്ബർഗ് രൂപപ്പെട്ടിരിക്കുന്നു. അത് പൊട്ടിമാറി കടലിലേക്ക് വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം ഈ ഒരു ഐസ് ഷെൽഫിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 4000 സ്ക്വയർ കിലോമീറ്ററാണ്. ഒരുപക്ഷെ 4000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല. നമ്മുടെ മലപ്പുറം ജില്ലയുടെ വലിപ്പമെന്നോ ഗോവയുടെ വലിപ്പമെന്നോ ഡൽഹിയുടെ 2 മടങ്ങ് വലിപ്പമെന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലോകത്ത് ഈ പൊട്ടിമാറിയ ഐസ് ഷെൽഫിനേക്കാൾ വലിപ്പം കുറഞ്ഞ 29 രാജ്യങ്ങളുണ്ട്. അതിൽ സിംഗപ്പൂരും ബഹ്റൈനും വരെ ഉൾപ്പെടും എന്ന് ഞാൻ പറഞ്ഞാലോ. ഇത്രയും വലിയൊരു ഐസ് ഷീറ്റിന് ഗവേഷകരിട്ട പേരായിരുന്നു A23A. ആ പേരിന് പിന്നിൽ ചില സയൻസ് ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള ഐസ്ബർഗ് പൊട്ടിമാറി കടലിലൂടെ ഒഴുകി നടന്നാൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയുന്നില്ല. പറഞ്ഞു വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ആ ഒരു തീവ്രത മനസ്സിലാകും. അന്റാർട്ടിക്കയെക്കുറിച്ച് നമ്മൾ 1-2 എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്റാർട്ടിക്കയുടെ എക്സ്പെഡിഷനെ കുറിച്ചൊരു എപ്പിസോഡും അന്റാർട്ടിക്ക പച്ചപ്പാകുന്നതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡും ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. സത്യത്തിൽ A23A എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു പൊട്ടിമാറലാണോ അതോ കാലാവസ്ഥാ പ്രതിഭാസം മൂലം ഉണ്ടായതാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴും നമ്മൾ നിരന്തരം ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ഐസ്ബർഗുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു നാച്ചുറലി ഉണ്ടാകുന്ന കാൽവിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ് സാധാരണ വലിയ ഐസ് ഷെൽഫുകളിൽ നിന്നും ഐസ്ബർഗുകൾ പൊട്ടിമാറുക. എന്നാൽ ഈ പൊട്ടിമാറുന്ന വലിയ കഷ്ണം ഐസുകളുടെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നല്ല ആഴമുണ്ടെങ്കിൽ സമുദ്രത്തിലൂടെ അതിന് ഒഴുകി നടക്കാൻ കഴിയാതെ അത് ഡെപ്തിൽ എവിടെയെങ്കിലും ചെന്ന് ലോക്കാകാനാണ് സാധ്യത. വെഡൽ സീ എന്ന് പറയുന്ന അന്റാർട്ടിക്കയുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇത് 30 വർഷത്തോളം ലോക്കായി കിടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്റ്റക്കാകുന്നതിൻ്റെ ഫലമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഐസ് കഷ്ണം ഒഴുകത്തുമില്ല, എന്നാൽ എവിടെയും അറ്റാച്ച് ചെയ്ത് നിൽക്കത്തുമില്ല. ഏത് നിമിഷവും അത് അൺസ്റ്റേബിളായി മാറാനും സാധ്യതയുണ്ട്. A23A എന്ന് പറയുന്ന ഐസ് കഷ്ണം കഴിഞ്ഞ 30-34 വർഷമായി സ്റ്റക്കായി കിടന്നിരുന്നെങ്കിലും 2021 മുതൽ 2022 കാലഘട്ടം വരെ നിരന്തരം ഇതിൻ്റെ ഒരു സ്വഭാവം പഠിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് അന്റാർട്ടിക് ഒബ്സർവേറ്ററിയിലെ ഗവേഷകർക്ക് പൊടുന്നനെ ഒരു കാര്യം മനസ്സിലായി. അത് സംഭവിക്കുകയാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ ഒരു കഥ പറയാം. ടൈറ്റാനിക്കിൻ്റെ കഥ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒഴുകി നടക്കുന്ന ഐസ് കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ ഏറ്റവും നേർസാക്ഷ്യമാണ് ടൈറ്റാനിക് ദുരന്തം. RMS ടൈറ്റാനിക് 1912 തൻ്റെ കന്നി യാത്രയിൽ 2ആയി പിളർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മറയാനുണ്ടായ കാരണം വെറും 400 മീറ്റർ മാത്രം നീളമുണ്ടായിരുന്ന അല്ലെങ്കിൽ വലിപ്പമുണ്ടായിരുന്ന ഒരു ഭീമാകാരനായിട്ടുള്ള ഐസാണെങ്കിൽ ആ ഭീമാകാരനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ടൈറ്റാനിക്കിന് മുഖ്യ ഐസ് കഷ്ണത്തേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള 4000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയും 400 മീറ്റർ കനവുമുള്ള ഒരു ഐസ് കഷ്ണമാണ് അവിടെ നിന്നന്ന് പൊട്ടിമാറിയത് എന്നതാണ് വാസ്തവം. ഗ്രീൻലാൻഡിൽ നിന്ന് വന്ന ഒരു ഗ്ലേഷ്യർ ആയിരുന്നു സത്യത്തിൽ ടൈറ്റാനിക്കിനെ മുക്കാൻ കാരണമായിട്ടുള്ള ഐസായി രൂപപ്പെട്ടത്. എന്നാൽ ഏറ്റവും വലിയ കപ്പലെന്നും ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്നുമുള്ള ഖ്യാതി നേടിയ കപ്പലിനെ ഒരു ഐസ് കഷ്ണം അല്ലെങ്കിൽ ഐസ്ബർഗ്, ഐസ് കഷ്ണം എന്ന് പറഞ്ഞാൽ ചെറുതായിപ്പോൾ ഐസ്ബർഗ് തകർത്തപ്പോൾ ലോകത്തിനൊരു കാര്യം മനസ്സിലായി. സമുദ്രത്തിലൂടെ സുരക്ഷിതമായ രീതിയിൽ യാത്ര ചെയ്യണമെങ്കിൽ കടലിലൂടെ ഒഴുകി നടക്കുന്ന ഐസ് കഷ്ണങ്ങളെ ട്രാക്ക് ചെയ്യുകയും അതിനെ പെട്രോൾ ചെയ്തതിന് ശേഷം പോകാൻ സാധ്യതയുള്ള എല്ലാ കപ്പലുകളെയും യാനങ്ങളെയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനാഷണൽ ഐസ് പെട്രോൾ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ രൂപീകരിക്കുന്നത്. പലതരത്തിലുള്ള ടെക്നോളജികൾ അന്നു മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഐസുകൾ കറങ്ങി നടക്കുന്നതിനെ പഠിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പാറക്കഷ്ണം നമ്മുടെ നേർക്ക് വരുന്നുണ്ടോ എന്ന് മനുഷ്യൻ നോക്കിയിരിപ്പുണ്ട്. കൃത്യമായ രീതിയിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ട്രാഫിക് പോലീസും മറ്റും ലോകത്തെ എല്ലാ റോഡുകളിലും നിൽക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കുകളുടെ യാത്ര സുഗമമാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റഡാറുകളും മറ്റും വെച്ചുകൊണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിക്കാതിരിക്കാൻ മനുഷ്യൻ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ കടൽ അത്ര സുരക്ഷിതമല്ല എന്നും എപ്പോൾ വേണമെങ്കിലും ഒരു മഞ്ഞുകട്ട വന്നിടിക്കാം എന്ന ഭയത്തിൽ കടലിലൂടെ ഒഴുകുന്ന മഞ്ഞുകട്ടകളെയും നിരന്തരം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ടെക്നോളജി എത്രത്തോളം വളർന്നുവല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറ്റലൈറ്റുകൾ വ്യാപകമല്ലാതിരുന്ന കാലത്ത് കപ്പലുകളിലും മറ്റും പോയതിന് ശേഷമാണ് ഇതിൻ്റെ മൂവ്മെൻറ്റും മറ്റും പഠിക്കുന്നത്.
ചിലർ അവിടെ കുറച്ച് നാൾ അധിവസിച്ചതിന് ശേഷം അതിൻ്റെ ട്രാക്കും മറ്റും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ രൂപമെടുത്തതോടുകൂടി നമുക്ക് ആ ഒരു ഐസ് കഷ്ണത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഐസ് കഷ്ണം ഒരു അസാധാരണമായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയതിന് ശേഷം പോയി കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യകത വന്നില്ല. പകരം നമ്മൾ സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കൃത്യമായ ഇടവേളകളിലും ഇതെങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രധാനപ്പെട്ട ആ ഒരു ഐസ് ഷെൽഫിൽ നിന്ന് പൊട്ടിമാറിയതിന് ശേഷം A23A എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല വെഡൽ സീയിൽ ലോക്കായിന്ന്. ഈ ലോക്കാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം അണ്ടർ വാട്ടർ പോർഷനിൽ ഉണ്ടാകുന്ന ഒരു ആഴക്കുറവാണ്. ആഴം കുറഞ്ഞ ഭാഗത്തിലൂടെ നല്ല വലിപ്പമുള്ള ഐസ് കഷ്ണങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് ലോക്കാകും. എന്നാൽ 2023 സാറ്റലൈറ്റുകൾ മറ്റൊരു കാര്യം ഡിറ്റക്ട് ചെയ്തു. 1986 പൊട്ടിമാറിയ ഐസ് 30 വർഷം അല്ലെങ്കിൽ 34 വർഷം വെറുതെ ഇരുന്നിട്ട് ചലിച്ചു തുടങ്ങിയാലും വലിപ്പത്തിന് കുറവ് മാത്രമേ ഉണ്ടാകൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അങ്ങനെയല്ല. അത് നിന്ന സ്ഥലത്തിൻ്റെ എനർജി കുറവും തിരമാലകളുടെ കുറവുമൊക്കെ നോക്കുമ്പോൾ അത് ലോക്കായി നിന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വളരാൻ ആരംഭിച്ചു. അങ്ങനെയാണ് അത് ഏകദേശം 4000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പൊട്ടിമാറുന്ന സമയത്ത് അത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. ഞാനിനി 1-2 ഐസ്ബർഗുകളുടെ കഥ കൂടി പറയാം. അവയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. A76 എന്ന് പറയുന്ന ഒരു ഐസ്ബർഗും ഉണ്ടായിരുന്നു. A68 എന്ന് പറയുന്ന ഐസ്ബർഗും ഇത്തരത്തിൽ പൊട്ടിമാറി വന്നിട്ടുണ്ടായിരുന്നു. അതും അന്റാർട്ടിക്കയിൽ നിന്ന് തന്നെയാണ്. 2021 മെയ് മാസത്തിലാണ് A76 എന്ന് പറയുന്ന ഒരു ഐസ് കഷ്ണം റോണി ഐസ് ഷെല്ലിൽ നിന്നും, അതായത് അന്റാർട്ടിക്കയിലെ റോണി ഐസ് ഷെല്ലിൽ നിന്നും പൊട്ടിമാറുന്നത്. ഏകദേശം 4320 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ടായിരുന്ന ഈ ഒരു ഐസ് കഷ്ണം പെട്ടെന്ന് തന്നെ പല പീസുകളായി മാറുകയും ചൂട് കൂടിയ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നപ്പോഴും അതുപോലെ തന്നെ നല്ല തിരമാലകളുടെ ശക്തിയിലും 2022 ആയപ്പോൾ പൂർണ്ണമായും അലിഞ്ഞ് കടലിനോട് ചേരുകയും ചെയ്തു. എന്നാൽ A68 2017 ലാർസൻ സി ഐസ് ഷെൽഫിൽ നിന്നും പൊട്ടിമാറുന്നത്. എന്നിട്ടത് ഏകദേശം 5800 സ്ക്വയർ കിലോമീറ്റർ വലിപ്പത്തിൽ ഒഴുകാൻ ശ്രമിച്ചെങ്കിലും A23A പോലെ എങ്ങും സ്റ്റക്കായി നിന്നില്ല. പകരം 2021 ആയപ്പോൾ അതും ചൂടും അതുപോലെ തന്നെ തിരമാലകളുടെയും സാന്നിധ്യത്തിൽ അലിഞ്ഞ് പല പീസുകളായി ഇല്ലാതായി. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഐസ് കഷ്ണങ്ങൾ അതിൻ്റെ പ്രധാന ഭാഗത്ത് നിന്ന് ഇളകി മാറിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെന്നെത്തുക പിന്നീട് അധികം തണുപ്പില്ലാത്ത സമുദ്രഭാഗത്തേക്കാണെങ്കിൽ ഓഷൻ കറണ്ടും ടെമ്പറേച്ചറും ഒക്കെ ചേർന്നുകൊണ്ട് അതിനെ അലിയിച്ച് കളയും. എങ്കിൽ A23Aക്ക് എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ വെഡൽ സീയിൽ ലോക്കായി നിന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ ഭാഗത്ത് വലിയ തോതിലുള്ള തണുപ്പും അതുപോലെ തന്നെ തിരമാലകളുടെ സാന്നിധ്യവും കുറവായിരുന്നതുകൊണ്ട് അത് വലിപ്പം കൂടുകയാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ ലോക്കായി കിടന്ന ഭാഗം ഉരുകിയതിൻ്റെ ഫലമായിട്ടായിരിക്കണം അത് പതിയെ ചലിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. ഉദാഹരണത്തിന് ഈ A23 എന്നൊക്കെ പറയുമ്പോൾ സാംസങ്ങിൻ്റെ ഏതെങ്കിലും മോഡലാണോ എന്നൊക്കെ തോന്നാമല്ലോ. ഐസ് കട്ടകൾക്ക് പേരിടുന്നത് അതിൻ്റെ ലൊക്കേഷൻ, അത് എവിടെ നിന്ന് വരുന്നു എന്ന ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 ഏരിയകളാണ് അന്റാർട്ടിക്കയ്ക്ക് ഇങ്ങനെ പറയപ്പെടുന്നത്. അതായത് ഐസ് കട്ടകൾ പൊട്ടിമാറാൻ സാധ്യതയുള്ള 4 ബേസ് പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് വെഡൽ സി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ വെഡൽ സി. 2 അമുഡ്സൺ സി, 3 ഈസ്റ്റേൺ റോസ് സി, 4 ഇന്ത്യൻ ഓഷൻ സെക്ടർ. ഇത്രയും 4 സെക്ടറുകളാണ് അന്റാർട്ടിക്കയെ തിരിച്ചിരിക്കുന്നത്. ഈ ഓരോ സെക്ടറുകളിൽ നിന്നും പൊട്ടിമാറുന്ന ഐസ് കഷ്ണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് കോഡുകൾ കൊടുക്കുക. ഉദാഹരണത്തിന് വെഡൽ സിയുടെ ഭാഗത്തേക്ക് വരുന്ന ഐസ് കഷ്ണങ്ങളെയാണ് സാധാരണ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. പിന്നെ ഈ 23, 24, AB എന്നൊക്കെ പറയുന്നത് ആ ഭാഗത്ത് നിന്ന് പൊട്ടിമാറുന്ന ഐസ് കഷ്ണങ്ങളെ അവയുടെ സ്ഥാനം അനുസരിച്ച് ഓരോ നമ്പർ കൊടുക്കുകയും അതിനുശേഷം അവയ്ക്കുണ്ടാകുന്ന ഫർദർ പൊട്ടലുകളുടെ അടിസ്ഥാനത്തിൽ A എന്നും B എന്നും തിരിക്കുകയാണ്. അതായത് A23A എന്ന് പറയുന്ന ഐസ് കഷ്ണത്തിനോട് ചേർന്ന് A23B എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഐസ് കഷ്ണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ നാഷണൽ ഐസ് സെൻ്റർ ആണ് പ്രധാനമായിട്ടും ഈ നെയിമിംഗ് സിസ്റ്റത്തെ മുന്നോട്ട് വച്ചിട്ട് അതിനെ ഒരു ഗ്ലോബൽ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഐസ്ബർഗ് കാൽവിങ്? നമുക്കറിയാം ഐസ്ബർഗ് പ്രധാനപ്പെട്ട ഷെൽഫിൽ നിന്നും പൊട്ടിമാറി. അത് സാധാരണ മഞ്ഞുരുകുന്നത് പോലെയല്ല. ഇതൊരു വലിയ വെള്ളം കൊണ്ടുള്ള അല്ലെങ്കിൽ വെള്ളം തണുത്തുറഞ്ഞുണ്ടായ എന്നാൽ നല്ല ബലമുള്ള ഐസ് കഷ്ണങ്ങളാണ്. ഇവ പൊട്ടിമാറുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പൊട്ടിമാറിയല്ല. അപ്പോൾ മണ്ണ് തന്നെ വിണ്ട് കീറി പൊട്ടിമാറാൻ പല കാരണങ്ങളുണ്ട്. ഇതുപോലെ ഐസ് പൊട്ടിമാറി വേർപെടാനും നല്ല റീസൺസ് ആവശ്യമുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് കാൽവിങ്. വലിയ ഭാഗം ഐസ്ബർഗുകൾ ഷെൽഫിൽ നിന്ന് പൊട്ടിമാറുന്ന ഒരു പ്രതിഭാസമാണിത്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഐസ് കഷ്ണങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമാണ്. കടലിൽ കിടന്ന് ഇവയ്ക്കുണ്ടാകുന്ന ഈ പ്രഷറിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഓഷൻ കറണ്ടുകളും കൂടുന്ന ചൂടുമൊക്കെ തന്നെ ഐസിൻ്റെ ചില ഭാഗങ്ങളെ വീക്കനാക്കി മാറ്റും, അതും വെള്ളത്തിൻ്റെ അടിയിൽ. ഇങ്ങനെ വീക്കനാക്കി മാറ്റുന്ന ഭാഗത്തുണ്ടാകുന്ന ഫ്രാക്ചറുകൾ സർഫസിലേക്ക് വന്നതിന് ശേഷം അതിനെ നല്ല മെൽറ്റിങ്ങിന് കാരണമാകും. സാധാരണ കാൽവിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് കാൽവിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടും.
കാരണം ഓഷൻ കറണ്ട് കൂടുതൽ വാമറാവും, അന്തരീക്ഷത്തിലെ ചൂട് കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2023 സാറ്റലൈറ്റ് ഇമേജറി നോക്കുന്ന സമയത്താണ് സത്യത്തിൽ വടക്കൻ ദിശയിലേക്ക് A23 എന്ന് പറയുന്ന നിലവിലുള്ള ഏറ്റവും വലിയ ഐസ്ബർഗ് ചലിക്കുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ വർഷമുണ്ടല്ലോ, 2-3 വർഷമായിട്ട് ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നും ഓഷൻ കറണ്ടിനനുസരിച്ചും വിൻഡ് പാറ്റേണിനനുസരിച്ചും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ക്രമേണ കടലിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യവും ചൂട് കൂടിയ കറണ്ടുകളും അന്തരീക്ഷത്തിലെ ചൂടുമൊക്കെ തന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കുകയും ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഐസ്ബർഗ് നല്ല രീതിയിൽ ചലിക്കാനായിട്ട് ആരംഭിക്കും. അതിനുശേഷം അത് പതിയെ അന്റാർട്ടിക്കയുടെ ഭാഗത്ത് നിന്ന് നീങ്ങി സതേൺ ഒക്കിനി ഐലൻഡുകളുടെ ഭാഗത്ത് വെച്ച് ഉരുകി നശിക്കാനാണ് സാധ്യത എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് വാർമറായിട്ടുള്ള കറണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വിൻഡുകൾ ഉള്ളതുകൊണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം അധികം വൈകാതെ തന്നെ അത് അപ്രത്യക്ഷമാകും. ഇനി അത് അപ്രത്യക്ഷമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. ഐസ് കഷ്ണത്തിന് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അത് ട്രില്യൺ കണക്കിന് ടണ്ണ് വെള്ളം, അതും ഫ്രഷ് വാട്ടറാണ് ഐസായിട്ട് കാണപ്പെടുന്നത്. ഈ ഫ്രഷ് വാട്ടറിനെയാണ് കടലിലേക്ക് തിരിച്ചെത്തിക്കുക. അത് സമുദ്രത്തിൻ്റെ ആ ഭാഗത്തുള്ള ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കും. അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതായത് ചില ജീവികൾക്ക് അത് നല്ലതാണ്, ചില ജീവികൾക്ക് അത് ദോഷമാണ്. എന്നാൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന സമയത്ത് കോടിക്കണക്കിന് വർഷം കൊണ്ടുണ്ടായ ഒരു ഐസ് ഷെൽഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നൈട്രേറ്റുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർബൺ ഡെപ്പോസിറ്റുകളും മിനറൽസും ഒക്കെ ഉണ്ട്. ഇത് ഫ്രഷ് വാട്ടറായിട്ട് ഉരുകി വരുന്നതിനോടൊപ്പം തന്നെ സമുദ്രഭാഗത്തേക്ക് ഒരുപാട് മിനറൽസ് എത്തിക്കും. അപ്പോൾ ആ ഭാഗത്തുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ ബ്ലൂമുകൾക്ക് ഇത് വളരെയധികം നല്ല ഗുണമായി മാറുകയും അവ കൂടുതൽ തഴച്ച് വളരാനും കാർബണിൻ്റെ ഡെപ്പോസിറ്റ്, അവരാണല്ലോ കരയിൽ 60% ഓക്സിജൻ ഉണ്ടാക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും കാരണമായത്, ഇവ കൂടുതലായിട്ട് സപ്ലൈ കിട്ടുകയും ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പിന്നെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ കൂടുതൽ ന്യൂട്രിയൻസ് ആയിരിക്കും ഈ ഐസിൽ നിന്നും കടലിലേക്ക് ഉരുകുന്ന സമയത്തേക്ക് എത്തിച്ചേരുക. എന്നാൽ ഫ്രഷ് വാട്ടർ വളരെ പെട്ടെന്ന് കടലിലേക്ക് എത്തുമ്പോൾ സലൈൻ വാട്ടറിൽ കിടക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾക്കും ദോഷമുണ്ട്. അതുപോലെ തന്നെ ഈ തെർമോഹലൈൻ സർക്കുലേഷനെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻ ഉണ്ടാകും. ക്രില്ല് പോലെയുള്ള ജീവജാലങ്ങൾക്ക് വളരെയധികം ദോഷമായി മാറുകയും ഫ്രഷ് വാട്ടർ എത്തുന്ന സമയത്ത് സലൈനിറ്റി ഡിഫറൻ്റ് ആവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവിടെ നിൽക്കുക. അതേസമയം ഇതിൽ നിന്ന് അലിഞ്ഞുണ്ടാകുന്ന കുറേ മിനറൽസ് നല്ല രീതിയിൽ സമുദ്രത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ മിനറൽസ് എത്തിക്കുകയും ചെയ്യും എന്ന കാര്യമാണ് പറയാൻ കഴിയുക. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ ഐസ് ഷീറ്റ് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അത് നേരിട്ടല്ലെങ്കിലും സമുദ്രത്തിൻ്റെ ജലനിരപ്പിനെ കൂട്ടുന്നുണ്ട്. ഈ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് കൂടുന്നതും മഞ്ഞുരുകുന്നതൊന്നും ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ കാര്യമല്ല. ഈ ഒരൊറ്റ ഐസ് ഷീറ്റ് തന്നെ ഉരുകുമ്പോൾ എത്രമാത്രം ടൺ കണക്കിന് വെള്ളമാണ് സമുദ്രത്തിൽ കൂടുക. സത്യത്തിൽ ഈ മഞ്ഞ്, അന്റാർട്ടിക്കയിലെ മഞ്ഞെന്ന് പറയുന്നത് ഭൂമിയുടെ തണുപ്പിന് കാരണമാകുന്ന ആൽബിഡോ എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കരയിലേക്ക് വെള്ളം കയറാൻ കാരണമാകുന്ന സമുദ്രനിരപ്പിനെ പിടിച്ചു കിട്ടുന്നതും അന്റാർട്ടിക്കയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് ഐസായിട്ട്. അതുരുകുന്നത് വളരെ ദോഷകരം തന്നെയാണ്. മാത്രമല്ല ഈ ഐസ് കട്ട ഏതെങ്കിലും കപ്പലിൽ ഇടിക്കുകയോ ഏതെങ്കിലും ദ്വീപിലേക്ക് ഇടിച്ചു കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് ചലിക്കുന്നതിൻ്റെ വേഗതയും അതിൻ്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഇത് ഉരുകി പോകാനാണ് സാധ്യത എന്ന് സമുദ്ര ഗവേഷകരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു ഐസ് ഷീറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും സിമിലറായിട്ടുള്ള മറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി വിവരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഞാൻ എൻ്റെ സയൻസ് മാഗസിനിൽ എഴുതാറുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ വെർഷൻ നിങ്ങൾക്ക് വായിക്കാനും വീഡിയോസുകൾ ഏർലി ആയിട്ട് കിട്ടാനും ഇതുമായി ബന്ധപ്പെട്ട വെബിനാറുകളും ലൈവ് ഡിസ്കഷനിലും ഒക്കെ പങ്കെടുക്കാനും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓപ്ഷൻ എടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ കയറി വായിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.